ഹലോ, ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ. ഒരു മിനി ടേബിൾ ഡെക്കോർ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കമോൺ ഗൈസ്. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു പീസ് എടുക്കുക. പിന്നെ ഇതുപോലത്തെ നൂൽക്കമ്പി എടുക്കുന്നു. പിന്നെ ഒരു പശ, പിന്നെ ഒരു തെർമോക്കോളിൻ്റെ പീസ്, പിന്നെ മാസ്കിൻ ടേപ്പ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ അവിടെ ഇവിടെ ആയിട്ടുണ്ടാവും. വീടൊന്ന് അരിച്ച് പെറുക്കി കിട്ടാവുന്നേ ഉള്ളൂ. കാർഡ്ബോർഡിൻ്റെ പീസും തെർമോക്കോളും എല്ലാം കിട്ടും. അതുപോലെ ഞാനിവിടെ നൂൽക്കമ്പിക്ക് പകരം എടുത്തിട്ടുള്ളത് വയറിങ്ങിൻ്റെ ബാക്കി വന്ന പീസ്. അത് മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള നൂൽക്കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതങ്ങനെ തിരിച്ച് ശരിയാക്കിയെടുത്ത്, ഇത് കട്ടി കുറവായതുകൊണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഞാൻ തിരിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം മാസ്കിൻ ടേപ്പ് എടുക്കുന്നു, ചെറിയ പീസാക്കുന്നു, കത്രി എടുത്ത് വെട്ടുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ച നൂൽക്കമ്പീൻ്റെ ചെറിയ പീസ് സെൻറ്ററിലേക്ക് വെക്കുക. നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ സൈസ് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മാസ്കിൻ ടേപ്പ് എടുത്ത് മുറിക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ നൂൽക്കമ്പി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് ഷേപ്പാക്കി കൊടുക്കുകയും ചെയ്യാം. നമുക്ക് എത്ര ലീഫാണ് വേണ്ടത് അത്ര എണ്ണം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഓരോ പീസ് എടുക്കുന്നു, പെയിൻ്റ് എടുക്കുന്നു, കൊടുക്കുന്നു. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. ഇച്ചിരി ബ്രൗണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ബ്രഷ് എടുക്കുന്നു, നീട്ടി കൊടുക്കുന്നു. അങ്ങനെ ഇതാ ഒരുപാട് ലീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. പ്രധാന ചടങ്ങ്, ചട്ടി ഉണ്ടാക്കുന്നു. ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചത് എടുക്കുന്നു, തെർമോക്കോൾ നടുവിൽ വെക്കുന്നു, പശയിട്ട് ഒട്ടിക്കുന്നു. ഇങ്ങനെ റൗണ്ടിൽ കിട്ടും. നല്ല ഭംഗിയില്ല കാണാൻ. ഇനി ഒരു ബ്ലാക്ക് പെയിൻ്റ് എടുക്കുന്നു, ചട്ടി എടുക്കുന്നു, കൊടുക്കുന്നു, കുട്ടപ്പനാക്കുന്നു. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നതാവും നന്നാവുക. എന്നാൽ കയ്യിലും ആവില്ല, ടേബിളിലും ആവില്ല. നല്ല വൃത്തിക്ക് ചെയ്യാനും പറ്റും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. നമ്മൾ കുട്ടപ്പനാക്കി വെച്ച പോട്ടിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ലീഫ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചടങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് പോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ വീഡിയോ പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ട് പോട്ട് ഉണങ്ങുന്നതിൻ്റെ മുന്നേ ആക്രാന്തം മൂത്ത് ഞാൻ ലീഫ് ഫിക്സ് ചെയ്യുന്നത്. ആ സമയത്ത് പാളുന്നുണ്ട്, വീഴുന്നുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഞാൻ ലീഫ് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൂൽക്കമ്പി ആകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങും. പക്ഷേ ഇത് കുറച്ച് സോഫ്റ്റായ കമ്പി ആയതുകൊണ്ടാവും ഇറങ്ങാൻ കുറച്ച് പ്രയാസമുണ്ട്. വീഴുന്നു, വീണ്ടും എടുക്കുന്നു, വീഴുന്നു, എടുക്കുന്നു, അവസാനം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത്, ദേ ചട്ടിയും ചെടിയും റെഡി. അത്ര മതി. അതിനുശേഷം ചട്ടി നോക്കിയപ്പോൾ എന്തോ ഒരു കുറവ്. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റാലിക് പെയിൻ്റ് എടുത്തിട്ട് കൈകൊണ്ട് അങ്ങനെ അതിൻ്റെ പുറത്തിങ്ങ് ടച്ചപ്പ് ചെയ്ത് കൊടുത്ത്, വെറുതെ ഒരു രസം കിടക്കട്ടെ എന്ന്. ഞാൻ അതിനുശേഷം ടേബിളിൽ ഡെക്കോർ വെച്ച് നോക്കിയപ്പോൾ വീണ്ടും എന്തോ ഒരു പ്രശ്നം. സ്റ്റാൻഡിൻ്റെ ഒരു കുറവുണ്ട്. നമുക്കതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ കുറച്ച് ടൂത്ത് പിക്ക് എടുക്കുന്നു, മുറിക്കുന്നു, വെക്കുന്നു, ഒട്ടിക്കുന്നു. ഇവിടെ ഞാൻ ഫ്ലെക്സ് ക്യൂക്കാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്നെപ്പോലെ കൈയൊട്ടി പിടിക്കേണ്ടി വരും. ആക്രാന്തം പാടില്ല, ക്ഷമയോടെ ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തവിട് പൊടിയാവും. അതിസാഹസികമായ പരിപാടികൾക്കൊടുവിൽ സ്റ്റാൻഡ് റെഡിയായി. ഒരു ട്രാൻസിഷൻ വീഡിയോ എന്നോ എടുക്കണം വിചാരിച്ച അത് ഇതിനകത്ത് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒരു മിന്നായം പോലെ കണ്ടു കാണും. ഇതാണ് മക്കളെ ഫൈനൽ ലുക്ക്. പോട്ട്, സ്റ്റാൻഡ് എല്ലാം റെഡി വെച്ച്. സിമ്പിളാടോ ഇത് ഉണ്ടാക്കാൻ. നമുക്കിഷ്ടമുള്ള പ്ലാന്റൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ ആക്രാന്തം പാടില്ല. അപ്പോൾ ഇതേ കാലൊക്കെ ഇങ്ങനെ ഇളകിപ്പോരും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പശ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണങ്ങുന്നതിന് മുമ്പേ എടുത്തു, അതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നം. കുഴപ്പമില്ല. അപ്പോൾ ശരി, ബൈ.